സൗബിൻ അടിപൊളിയാണ്. അടിപൊളി കാണണം, എല്ലാവരും കാണണം. എക്സ്പെക്ടേഷന്റെ കാര്യം എനിക്കറിയില്ല. സൗബിൻ അടിപൊളിയാണ്. സൗബിനൊക്കെ പാക്കലാം. പടം സൂപ്പർ ഹിറ്റ് ആണ്. കൂലി അടിപൊളി, പോളി സാധനമാണ്, ഒരു രക്ഷയില്ല. കാരണം ഞാൻ പറയാം, രജനീകാന്ത് ഈ 70-ാം വയസ്സിൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ ഇന്ത്യയിലില്ല. സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചുകൊണ്ട് അതേ സാധനം ബിൽഡ് ചെയ്യുന്ന ഒരു നടൻ ഇന്ത്യയിലില്ല. ഇത്ര നല്ല കിടിലൻ സാധനം. ലോകേഷ് കനകരാജ്, അനിരുദ്ധ്, അതുപോലെ തന്നെ അഭിനയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ രജനീകാന്ത്, സത്യരാജ്, അമീർ ഖാൻ, ഉപേന്ദ്ര, പിന്നെ സൗബിൻ ഷാഹിർ, പിന്നെ ശ്രുതി ഹാസൻ പോളിയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി പടം ഹിറ്റാണ്. ഒരു 700 കോടി കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വിചാരിക്കണ്ട, ഹിറ്റാണ്. നമ്മൾ പറഞ്ഞ ഹിറ്റാണ് പടം. ഇനി ഒന്നും നോക്കാനില്ല, കത്തി കയറും. ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോ എത്ര മണിക്കാണ് എഴുന്ന് വന്നത്? ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല, അങ്ങനെ വന്നത്. ഇത് ലോകേഷിയുടെ ഒരു ഫിലിം, ഒരു മാസ് ഫിലിം. 100%. വിക്രം പടം കാണുമ്പോൾ തന്നെ നമ്മ കമലഹാസൻ സാർ വെച്ചപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കമലഹാസൻ സാർ അങ്ങനെ ഒരു റോൾ ചെയ്യുന്നത്. രജനി സാറിന് പറയുമ്പോൾ 50 ഇയേഴ്സ് ആയിട്ട് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നു. അത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ പടം ലോകേഷ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണണം, എല്ലാവരും കാണണം. എക്സ്പെക്ടേഷന്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആ സിനിമയുടെ ഒരു പാറ്റേണിലേക്ക് ഇന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജയിലർ പാറ്റേൺ അല്ല ഈ സിനിമ. ഈ സിനിമ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സംഭവങ്ങളും കൂടുതലും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് എനിക്ക് സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് എലമെന്റിലേക്ക് കുറച്ചും കൂടെ യൂഫോറിക് എലമെന്റ്സ് കിട്ടി. നമുക്ക് കൈയടിക്കാനുള്ള എലമെന്റ്സും. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ, ഒരു മിതത്വമുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൽ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറെ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് തോന്നുന്നു. ലോകേഷ് പടം, രജനി പടം രണ്ടിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജയിലർ കാണുന്ന പോലെ രജനി പടമല്ല. എനിക്ക് ജയിലറിലൊക്കെ സെക്കൻഡ് ഇന്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തരിച്ച അനിരുദ്ധ് മ്യൂസിക്കും കോരിത്തരിച്ച സംഭവമാണ്. ആ സാധനമല്ല. ഇതിനെ നമുക്ക് കബാലിയിലെ എലമെന്റുകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ആസ് ഓഫ് നൗ. ഏതാണ് അങ്ങനെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കിതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സിനിമ എന്നുള്ളത്. ഇന്റർവൽ പഞ്ച് എനിക്ക് അങ്ങനെ ഒരു വിക്രത്തേക്കാൾ വലിയൊരു ഇന്റർവൽ പഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. പ്രത്യേകിച്ച് ലോകേഷ് സാറിന്റെ പടമാണ്. അതുപോലെ രജനി സാറിന്റെയും എല്ലാരും കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്. റെബേക്ക ഉണ്ട്, പിന്നെ ബാബുരാജേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരായിട്ടുള്ള ഒത്തിരി താരങ്ങൾ. അമീർ ഖാൻ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പൊ ഗൂസ് ബംസ് വരുമല്ലോ പുള്ളിയൊക്കെ കാണുമ്പോൾ. മലയാളത്തില് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടന്മാരാണ്, അന്യഭാഷയിലുള്ളവരാണെങ്കിലും. അപ്പൊ നാഗാർജുന, അങ്ങനെ കുറേയധികം സ്റ്റാർസ് ഉണ്ട്. അപ്പൊ തന്നെ ഒരു റിച്ച് ആണ് സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രജനി ഫാൻ ആയതുകൊണ്ട് എല്ലാ പടങ്ങളും എനിക്ക് രജനി സാറിന് ഭയങ്കര ഇഷ്ടമാണ്.